നമസ്കാരം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BEdനകത്ത് നിങ്ങൾക്ക് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഉള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എക്സാം പേപ്പേഴ്സാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിനകത്ത് നോക്കിക്കേ, ഫെസിലിറ്റേറ്റിംഗ് ലേണിങ്ങിൽ പാർട്ട് എയിൽ നമുക്ക് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ് ഒക്കെ എഴുതാനുണ്ടാവുള്ളൂ. അപ്പം ഇതിൽ നോക്കിയാൽ മെൻഷൻ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിങ്ങിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് മെച്ചുറേഷൻ ഇൻ ലേണിംഗ്? എന്താണ് മെച്ചുറേഷൻ? ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മെച്ചുറേഷൻ്റെ റോൾ എന്താണെന്നാണ് എഴുതേണ്ടത്. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അത് നമ്മൾ ടേബിളായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. 2 ഡിഫറൻസ് എഴുതിയാൽ മതി. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്? എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. വാട്ട് ആർ ദ ക്ലാസ് റൂം സ്ട്രാറ്റജീസ് ഫോർ ഡിസ്കവറി ലേണിംഗ്? അപ്പോൾ ക്ലാസ് റൂമിൽ നമുക്ക് ഡിസ്കവറി ലേണിങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന 2 സ്ട്രാറ്റജീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ് എനി 2 ന്യൂമോണിക്സ് സ്ട്രാറ്റജീസ്. ഏതെങ്കിലും 2 ന്യൂമോണിക്സ് സ്ട്രാറ്റജീസ് എഴുതാനാണ് പറയുന്നത്. ദെൻ മെൻഷൻ ദ കോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഫോർഗെറ്റിങ്ങിൻ്റെ കോസസ് എന്തൊക്കെയാണ്? നമ്മൾ തിയറി ഓഫ് DK ഒക്കെ പഠിച്ചതാണ്. അപ്പം 2 കോസസ് എഴുതാനാണ് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ക്ലാസ് റൂം ക്ലൈമറ്റ്? എന്താണ് ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അടുത്ത ചോദ്യം. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. എന്താണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് മെറ്റാകോഗ്നീഷൻ? മെറ്റാകോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നീഷൻ എബൌട്ട് കൊഗ്നീഷൻ, അതായത് നോയിങ് എബൌട്ട് നോയിങ്. അതായത് നമ്മൾ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നാണ് മെറ്റാകോഗ്നീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുറത്ത് ഭയങ്കര സൗണ്ട് കേട്ടോ. ദെൻ പാർട്ട് ബിയിൽ വന്നിട്ടുള്ളത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പാരഗ്രാഫ് പോലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് എഴുതേണ്ടത് കേട്ടോ. 1. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലേണർ വേരിയബിൾസ് ആൻഡ് ഡിസ്കസ് ദ റെലവൻസ്. അപ്പോൾ ലേണർ വേരിയബിൾസ് എന്താണെന്ന് അത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. സൈക്കോളജീൻ്റെ ഫസ്റ്റ് പോർഷനിൽ വരുന്നതാണ് കേട്ടോ അത്. ആൻഡ് ഡിസ്കസ് ദ റിലവൻസ് ഓഫ് ഡെവലപ്പിംഗ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഇൻ സ്റ്റുഡൻസ്. എന്തിനാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനാണ് നല്ലത്, അതാണ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ദെൻ ബ്രിങ് ഔട്ട് ദ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് കണ്ടീഷനിങ് തിയറീസ്. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും ഒക്കെ ഉണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് എഴുതണം. അതിൻ്റെ മേജറായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് 2, 3, 4 എന്ത് ചെയ്യുക, എന്താണ് ആ തിയറി എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എഴുതുക. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും എഴുതുക, അതേപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും എഴുതുക. അപ്പോൾ 2ൻ്റെയും കൂടെ എഴുതുമ്പോൾ ഒരു പേജ് ഏകദേശം വരും കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗാഗ്നേസ് തിയറി ഓഫ് ലേണിംഗ്. അത് നമ്മൾ പഠിച്ചതാണ്, അത് ജസ്റ്റ് എഴുതി വയ്ക്കുക. ദെൻ ഔട്ട്ലൈൻ ദ ഡൺ ആൻഡ് ഡൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് സ്റ്റൈൽ. അത് നമ്മൾ ലാസ്റ്റ് പോർഷനിൽ പഠിച്ചതാണ്. ഡൺ ആൻഡ് ഡൺ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റലായിട്ടുള്ളത്, അതുപോലെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സ്ട്രാറ്റാസ് പഠിച്ചില്ലേ, അത് എഴുതുക കേട്ടോ. ദെൻ എലാബറേറ്റ് എനി 2 കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, കൺസ്ട്രക്റ്റീവിസം മെത്തേഡിനകത്തുള്ള 2 ലേണിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് എഴുതാം. ഓക്കെ, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഓഡിയോ വിഷ്വൽ എയ്ഡ്സുകൾ യൂസ് ചെയ്ത് ആ രീതിയിലൊക്കെ നമുക്ക് എഴുതാം. ചിൽഡ്രൻസ് ആണ് അവിടെ, ചിൽഡ്രൻസ് എന്ന് പറയില്ല, ചിൽഡ്രൻ ആണ് അവിടുത്തെ മെയിൻ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ലേണിംഗ് തിയറി. എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്നത് എഴുതണം. ദെൻ ഹൗ വിൽ യു ബ്രിങ് മാക്സിമം പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഇൻ യുവർ സ്റ്റുഡൻസ്. എങ്ങനെയാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ടാക്കാൻ പറ്റുക? അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ മേജർ പോയിൻറ്റ്സും പിന്നെ അതിൻ്റെ തിയറീസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങും നമ്മൾ എഴുതിയിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി ബൈ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ജസ്റ്റ് നോക്കുക. മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് നോക്കി എഴുതാം കേട്ടോ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്നാണ് അടുത്ത ചോദ്യം. ദെൻ എക്സ്പ്ലെയിൻ ലേണിംഗ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പം എന്താണ് ഈ ഇൻഫോർമൽ ലേണിംഗ് എൻവയോൺമെൻറ്റ്? ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് അറിയുന്ന കാര്യം, അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി പാർട്ട് സി നോക്കാം. അതിൻ്റെ പാർട്ട് സിയിൽ ആണ് എസ് എ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം നോക്കുന്ന എസ് എ ക്വസ്റ്റ്യൻ എന്താണ്. എസ് എ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതാണെങ്കിൽ പിന്നെ മനസ്സമാധാനം കിട്ടും നമുക്ക്.
ഒന്ന്, എക്സ്പ്ലെയിൻ ദ ലേണിംഗ് തിയറീസ് ഓഫ് പിയാഷെ, ബ്രൂണർ, റോസബൽ ആൻഡ് വൈഗോട്സ്കി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. 2 എസ്സേയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലേണിംഗ് തിയറീസ് നന്നായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതണം. എന്താണ് ആ തിയറി, ആരാണത് കൊണ്ടുവന്നത്, എന്തായിരുന്നു ആ എക്സ്പെരിമെൻറ്റ്, എന്താണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ എഴുതണം. കുറേ വലിച്ച് എഴുതണ്ട, അതങ്ങനെ പോയിൻ്റ് ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. Then bring out the importance of guidance and counseling in secondary schools. What is the role of teacher? അവിടെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. ഒരു എസ്സേക്കുള്ള സംഭവങ്ങൾ മുഴുവനും ഉണ്ട്. അതങ്ങോട്ട് പഠിച്ചു വെച്ചുകൊണ്ട് എന്തായാലും ചോദിക്കുക അത് കേട്ടോ. Then illustrate any one model of teaching that can facilitate maximum learning. അപ്പോൾ ലേണിംഗ് മോഡലിനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ഓഫ് ടീച്ചിങ് ആണ് കേട്ടോ. മോഡൽ ഓഫ് ടീച്ചിങ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് എടുത്ത് നോക്കുക. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ടീച്ചർ. ടീച്ചറുടെ റോൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ 2-3 വീഡിയോ അത് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക കേട്ടോ. ദെൻ അടുത്തത് 2017 ജൂൺ 2017. ഓക്കെ, അതിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിൻ്റെത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലേണർ വാരിയബിൾസ് ആൻഡ് മെത്തേഡ് വാരിയബിൾസ്. നേരത്തെ ചോദ്യം അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ദെൻ മെൻഷൻ ദ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. അപ്പോൾ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് നന്നായിട്ട് പഠിക്കണം. ദെൻ ഡിഫൈൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഡെഫിനേഷനൊന്നും ഇതിനകത്തൊന്നും പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല. കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഒരു ആശയം എന്നുള്ളതിനെ പറ്റിയിട്ട് എന്താണ് എഴുതാൻ പറ്റുന്നത്, ആ രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ മീനിങ് വെർബൽ ലേണിംഗ്. നമ്മൾ പഠിച്ചതാണ് മീനിങ് വെർബൽ ലേണിംഗ്. ഓക്കെ, ഒസബെല്ലിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ, ഒസബെൽസ് മീനിങ് വെർബൽ ലേണിംഗ്. യെസ്, അപ്പോൾ അത് നോക്കുക. ദെൻ റൈറ്റ് എനി 2 എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദൂരിയാണ്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. അത് സോഷ്യൽ ലേണിംഗ് തിയറി നന്നായിട്ട് പഠിക്കുക. ദെൻ വാട്ട് ഈസ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. എന്താണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നുള്ളത് നോക്കുക. ദെൻ ഹൗ വിൽ യു ഡ്രോ എ കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് പഠിക്കണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വരച്ച് പഠിക്കുക കേട്ടോ. കർവ് ഓഫ് ഫോർഗെറ്റിങ്ങും പിന്നെ അതിൻ്റെ ആ ഒരു ടേബിളും പിന്നെ അതേപോലെ തന്നെ ഇതും നമ്മൾ മെമ്മറിയുടെ ഇല്ലേ, മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി, അത്രയും ഗ്രാഫുകളാണ് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിഗ്മ എന്താണ് എന്നൊക്കെയുള്ള ആ ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നല്ലോ, സിമുലേഷൻ, അക്കോമഡേഷൻ, ആ ഓർമ്മയില്ലേ. അപ്പോൾ ആ ഡയഗ്രാം, ഇങ്ങനെ കുറച്ച് ഡയഗ്രാംസ് നമുക്ക് വരച്ച് പഠിക്കാനുണ്ട്. അത് നന്നായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. ദെൻ ഡിഫൈൻ എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. എന്താണ് ഗൈഡൻസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ഡെഫിനിഷൻ പഠിക്കണം. നമ്മൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. അത് പഠിച്ചു വെച്ചേക്കൊണ്ടു, അത് അധികമൊന്നും പഠിക്കാനില്ല, ആകെ ഒരു പേജറ്റേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കുക കേട്ടോ. ദെൻ റൈറ്റ് ദ റെലവൻസ് ഓഫ് പ്രോപ്പർ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് വേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. 2 പോയിൻ്റ് എഴുതിയാൽ മതി. ഒന്ന് നമുക്ക് എഴുതാം, ലേണിംഗ് നന്നായിട്ട് കൂടാൻ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെമ്മറി, ലോങ് ടേം മെമ്മറിയിൽ അത് പഠിച്ച വിവരങ്ങൾ വരാൻ എന്നൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. 10 എഴുതിയാൽ മതി. നോക്കുക. എലാബറേറ്റ് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ദെൻ ഡിസ്കസ് ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. ദെൻ എക്സ്പ്ലെയിൻ ലോസ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ ലോസ് എഴുതാനാണ് പറയുന്നത്. ദെൻ ഡിസ്കസ് ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗാഗ്നേസ് തിയറി ഓഫ് ലേണിംഗ്. ദെൻ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് പിയാഷെ ടു ലേണിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ശരിക്കും പഠിച്ചാൽ തന്നെ ഈ എക്സാമിൽ പാസ് മാർക്ക് ഷുവറായിട്ട് വാങ്ങാൻ പറ്റും. ദെൻ എക്സ്പ്ലെയിൻ എനി 2 കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ്. നേരത്തെ വന്ന അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് എഴുതി വെച്ചോളൂ കേട്ടോ. ഇനി കമ്പയർ ദ റോൾ ഓഫ് ടീച്ചർ ഇൻ ബിഹേവിയറിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. റോൾ ഓഫ് ടീച്ചറിൻ്റെ റോൾ എന്താണ് ബിഹേവിയറിസത്തിലും കൺസ്ട്രക്റ്റിവിസിലും. പഴയ ഒരു ലെക്ചറിങ് മെത്തേഡ് എങ്ങനെ ആലോചിച്ചിട്ട് എഴുതിക്കുള്ള ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം ഇപ്പോഴത്തെ രീതിയിലുള്ള പഠനം. കൈറ്റിവിറ്റേഴ്സിലെ ഒരു ക്ലാസ് അങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ദെൻ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കാം. ദെൻ ഹൗ ഡസ് ഫോർഗെറ്റിംഗ് ഒക്കെയർ. എങ്ങനെയാണ് ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ വാരിയസ് ടൈപ്സ് ഓഫ് ഗൈഡൻസിൻ്റെ ടൈപ്സ് പഠിക്കാം. നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ ഔട്ട്ലൈൻ ദ ഡൺ ആൻഡ് ഡൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് സ്റ്റൈൽ. അപ്പോൾ ഡൺ ആൻഡ് ഡണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ, അതങ്ങോട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ മെറ്റാകോഗ്നിഷൻ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന സംഭവങ്ങളാണ്. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നല്ലോണം പഠിക്കുക, തിയറീസ് നല്ലോണം പഠിക്കുക, ഡൺ ആൻഡ് ഡൺ നല്ലോണം പഠിക്കുക, പിന്നെ മെറ്റാകോഗ്നിഷൻ പഠിക്കാം.
പിന്നെന്താ ഫോർഗെറ്റിങ്ങിൻ്റെ കർവ് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ തിയറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. പിന്നെ ആ തുടക്കത്തിലുള്ള ലേണർ വേരിയബിൾ അതുപോലെ മെത്തേഡ് വേരിയബിൾ അതില്ലേ, ആ സംഭവം കൂടി ശരിക്കും പഠിക്കുക കേട്ടോ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയേഴ്സും കൺസ്ട്രക്റ്റീവ്സും ഇത്രയൊക്കെ തന്നെ പഠിച്ചാൽ തന്നെ ഇതിൽ നന്നായിട്ട് പാസ് മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി ഇതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഹൗ വിൽ യു അനലൈസ് ദ ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് സ്റ്റുഡൻസ്, സജസ്റ്റ് ദ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് മോട്ടിവേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ്. അപ്പം നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാൻ. അപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ നമ്മൾ പഠിച്ചതാണ്. സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് അല്ലേ, ലേണിംഗ് സ്റ്റൈലിൽ സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചതാണ്. അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ജസ്റ്റ് ആ പോയിൻറ്റ്സ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. Then explain the learning theories of Bruner, Roosevelt and Vygotsky with a special reference to education implications. ഇത് നമ്മൾ തിയറി മുഴുവൻ എഴുതി വെക്കും. തിയറി എഴുതി വെച്ചതിന് ശേഷം നമ്മൾ തീർന്നല്ലോ എന്ന് പറഞ്ഞു പോകും. പക്ഷേ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എഴുതി വെച്ചെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. കേട്ടല്ലോ, തിയറിയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ എഴുതിയിട്ട് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് മറന്നു പോയിട്ട് എന്താ കാര്യം? അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ട് പോവുക. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്, ഇല്ലുസ്ട്രേറ്റ് ഇൻ എനി വൺ മോഡൽ. അപ്പം മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ പഠിച്ചാണ്. അത് കറക്റ്റായിട്ടൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇനി അടുത്ത ഒരു പേപ്പർ ആകെ നമുക്കറിയാം, നിങ്ങൾ ചിലപ്പം 4ാമത്തെ ബാച്ചാണ് നിങ്ങൾ. അപ്പോൾ 3 എക്സാംസ് ഇതിന് മുമ്പ് തീർന്നിട്ടുള്ളൂ ഈ ഒരു പുതിയ കരിക്കുലം വന്നതിന് ശേഷം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെറ്റിൽ. അപ്പം അത് നോക്കുക കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ എഴുതിയതാണെന്ന് തോന്നുന്നുണ്ട് 2018 ടു 2020 ആണല്ലോ. യെസ്, ഇത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നോക്കുക, എന്താണ് ലേണിംഗ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്സ് ലേണിംഗ്. അപ്പം എന്തൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് നമ്മുടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി എല്ലാം നമുക്ക് എഴുതാം. ആൻഡ് വാട്ട് ഈസ് ദ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്താണ്? തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് നമുക്കറിയാം അല്ലേ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൽ നമ്മൾ പഠിച്ചതാണ്. ഒരേപോലെയുള്ള ഘടകങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. യെസ്. ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിസ്കവറി ലേണിംഗ്. എന്താണ് ഡിസ്കവറി ലേണിംഗ്? ഓക്കെ, കണ്ടെത്തി പഠിക്കുന്നത് എന്താണ്, അതാണ് എഴുതേണ്ടത്. ആരാണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തതൊക്കെ എഴുതണം കേട്ടോ. ദെൻ വാട്ട് ഈസ് ZPD? എന്തൊരു സുഖമാണല്ലേ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു കറൻറ്റ് എബിലിറ്റി ലെവൽ, പൊട്ടൻഷ്യൽ ലെവലുണ്ട്. അതേപോലെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. അതിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസം, ആ ഒരു തമ്മിലുള്ള സ്പേസാണ് യഥാർത്ഥത്തിൽ ZPD. അപ്പോൾ നമുക്ക് എഴുതാം. ദെൻ റൈറ്റ് ഇനി 2 മെമ്മറി ടെക്നിക്സ്. 2 മെമ്മറി ടെക്നിക്സുകൾ നമുക്ക് എഴുതാൻ പറയാം. ഒന്ന് റിപ്പീറ്റേഷൻ, നമുക്ക് അങ്ങനെ എഴുതാം ഒരു ടെക്നിക്കായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മെമ്മറി ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡയറി റൈറ്റിംഗ് ഒക്കെ മെമ്മറി ടെക്നിക്സിൽ വരും. ദെൻ വാട്ട് ഈസ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, അതെന്താണെന്ന് എഴുതണം. ദെൻ റൈറ്റ് ഇനി 2 സ്ട്രാറ്റജീസ് ഫോർ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. ദെൻ ഹൗ ഗ്രൂപ്പ് കൊഹേഷൻ ഇൻഫ്ലുവൻസ് ലേണിംഗ്. അപ്പോൾ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് നമ്മളൊരു വലിയൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആയിട്ടുള്ള. അപ്പോൾ അതിനകത്തുണ്ട് ഹൗ ഗ്രൂപ്പ് കൊഹേഷൻ ഇൻഫ്ലുവൻസ് ലേണിംഗ് എന്നുള്ളത്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ. ദെൻ എക്സ്പ്ലെയിൻ ദ വാരിയസ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. അപ്പോൾ മോട്ടിവേഷൻ പ്രധാനപ്പെട്ടതാണ്. ദെൻ ബ്രിങ് ഔട്ട് ദ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പം തിയറീസ് നമ്മൾ എന്തായാലും പഠിക്കണം. ദെൻ എക്സ്പ്ലെയിൻ ഗാഗ്നേസ് തിയറി ഓഫ് ലേണിംഗ്. 2 തവണ റിപ്പീറ്റ് ചെയ്തതാണ്, അപ്പോൾ അത് പഠിച്ചോളൂ കേട്ടോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അത് 1 വേർഡായിട്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇതേപോലെ പാരഗ്രാഫായിട്ടും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ടേബിൾ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. എലാബറേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീനിങ് വെർബൽ ലേണിംഗ്. അതെന്താണെന്ന് എഴുതണം. ഒക്കെ തിയറീസ് ആണ്, മനസ്സിലായല്ലോ. ഔട്ട്ലൈൻ ദ വേരിയസ് കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ്. അപ്പം എന്തൊക്കെയാണ് കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ലേണിംഗ് തിയറി. അത് നേരത്തെ ചോദിച്ചാൽ 2 3 ചോദ്യത്തിലും അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ ഇല്ലുസ്ട്രേറ്റ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ അത് പഠിക്കണമല്ലോ, നിർബന്ധമാണ്. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക് വ്യൂ ഓൺ ലേണിംഗ്. ദെൻ ഹൗ ക്യാൻ യു ഇംപ്രൂവ് ദ മെമ്മറി ഓഫ് യുവർ സ്റ്റുഡൻസ്. അത് 1 വേർഡിലും ചോദിച്ചിട്ടുണ്ട്, ഇതിലും ചോദിച്ചിട്ടുണ്ട് അല്ലേ, പാരഗ്രാഫിലും. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തെ എസ്സേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം നമുക്ക്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ വേരിയസ് തിയറീസ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ ബിഹേവിയറിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം വിത്ത് എ സ്പെഷ്യൽ എംഫസൈസ് ഓൺ ക്ലാസ് റൂം സ്ട്രാറ്റജീസ്. എല്ലാ തിയറീസും ഇതിനകത്ത് എഴുതണം. ബിഹേവിയറിസത്തിലും കൺസ്ട്രക്റ്റിവിസത്തിലും വരുന്ന ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്, അത് മുഴുവനും നമ്മൾ എഴുതണം. അപ്പോൾ സിലബസ് എടുക്കുക, സിലബസിലുണ്ട് ബിഹേവിയറിസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതി വെക്കുക കേട്ടോ.
പിന്നെ എന്തൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്നത് അതും എഴുതി വെക്കുക. പിന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന തിയറി അത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ഇത് വേണം കേട്ടോ. അത് എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. ഓക്കെ. ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇൻ സെക്കൻഡറി സ്കൂൾസ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ? അപ്പം ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നമ്മൾ എത്രയോ തവണയായി തന്നെ വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഇല്ലുസ്ട്രേറ്റ് എനി വൺ മോഡൽ ഓഫ് ടീച്ചിങ് ദാറ്റ് ക്യാൻ ഫെസിലിറ്റേറ്റ് മാക്സിമം ലേണിംഗ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ടീച്ചർ. ഇത് ചോദിച്ചാൽ ഭയങ്കര സുഖമാണ് അല്ലേ. ടീച്ചേഴ്സിൻ്റെ മോഡലാണ്, ടീച്ചിങ് മോഡൽ ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന്. തിയറീസ് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം പാസ് മാർക്ക് വാങ്ങാമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ സമയമില്ലാത്തവർ ആ തിയറീസ് ഫുള്ള് പഠിക്കുക, സമയമുള്ളവർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ തിയറീസ് നന്നായിട്ടൊന്നും കൂടി നോക്കുക. ഇനി ടെൻഷൻ അടിക്കാതെ പോയിട്ട് എക്സാം എഴുതാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. സൈക്കോളജി പേപ്പർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇനി നമുക്ക് അസസ്മെൻറ്റ് പേപ്പറിലേക്ക് പോവാം. ഓക്കെ.